ഇപ്പോൾ നമ്മോടൊപ്പം അമല മെഡിക്കൽ കോളേജ് CEO ശ്രീ സൈജു എടക്കളത്തൂർ ചേരുകയാണ്. ശ്രീ സൈജു, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ഈ അമല മെഡിക്കൽ കോളേജിൽ UNAയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. പിന്നീട് സമരം അവസാനിപ്പിക്കുന്നു. ഏപ്രിൽ 1 മുതൽ അമല മെഡിക്കൽ കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാലറി സ്വീകരിക്കാൻ ഈ സമരം നടത്തിയവർ തയ്യാറാകുന്നു. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചില സംഭവവികാസങ്ങൾ അമല മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ആഴ്ച DLOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നമ്മൾ ഏപ്രിൽ മുതൽ കൊടുത്ത ഇൻക്രീസ് അത് സംബന്ധിച്ച് അത് മതിയായതാണെന്ന് ബോധ്യപ്പെടുത്തി ാണ് സമരം പിൻവലിച്ചത്. ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ 250-ലധികം സ്റ്റാഫുകളെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ കുറച്ച് വാർഡുകൾ അടച്ചു കിടക്കുകയാണ്. അപ്പൊ അത് തുറക്കുന്നതിനും നമ്മളുടെ അറേഞ്ച്മെന്റിനും അനുസരിച്ച് 1 മാസത്തിനുള്ളിൽ അവരെ എല്ലാവരെയും തിരിച്ചു വിളിക്കാമെന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ 50ഓളം പേരെ വെച്ച് നമ്മൾ വിളിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിളിച്ച 50 പേരിൽ 3 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ 259 പേരെ നമ്മൾ വിളിച്ചിരുന്നു. ഇവർ വന്ന് വളരെ കുറച്ച് പേര് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ തന്നെ 26 പേരാണ് ഈ 5 ദിവസങ്ങൾ ആയിട്ട് ജോലിക്ക് കയറിയുള്ളൂ. പലരും അതിൽ പറഞ്ഞ ഒരു പ്രശ്നം, അവരെ മുൻപ് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെ ജോലി തന്നാലാണ് ഞങ്ങൾ വരികയുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ അവരെ പറഞ്ഞു വിട്ടു, കാരണം നമ്മൾ നോക്കട്ടെ, കൂടുതൽ നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രായോഗികമായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. കാരണം നമുക്ക് ഓൾറെഡി സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഇവരെടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അധിക ബാധ്യത ആശുപത്രിക്ക് വരും. എന്നിരുന്നാലും സമരം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും തിരിച്ചെടുക്കാം എന്ന് ഒരു ഉറപ്പ് അവർക്ക് നൽകിയിരുന്നത്. പക്ഷെ അവര് ജോലിക്ക് കയറാൻ വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി ഏകദേശം 500ഓളം വരുന്ന നഴ്സസ് എല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, നിങ്ങളുടെ ചാവറ ബ്ലോക്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിൽ എല്ലാവരും കൂടി നിന്നും. അതിന് DLO ഉടൻ തന്നെ സ്ഥലത്ത് വന്നിരുന്നു. DLO വീണ്ടും അവരുമായിട്ട് കുറെ സംസാരിച്ചു. കാരണം മറ്റ് ട്രാൻസ്ഫറോ ലൊക്കേഷൻ മാറ്റമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതില് ഒരു തരത്തിലും മാനേജ്മെന്റ് നിർബന്ധിക്കാനാവില്ല എന്ന് തന്നെ DLO അവരെ അറിയിച്ചു. പല രീതിയിലും DLO നമ്മളുമായിട്ടും സംസാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും ഉറപ്പുകളോ രീതികളോ ഒന്നും നമുക്ക് പറയാൻ ഇല്ല. അവരെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുക, അവരെ എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന വലിയൊരു സ്റ്റെപ്പാണ്. അത് സമരം നല്ല രീതിയിൽ അവസാനിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ സംബന്ധിച്ചത്. പക്ഷെ ഇന്ന് അത്തരത്തില് ഇവര് തടിച്ചു കൂടുകയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ പോലും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിനും സ്റ്റാഫിന് പല മൂവ്മെന്റുകളും തടസ്സപ്പെടാവുന്ന രീതിയിൽ വന്നു. നമ്മളിന്ന് അറേഞ്ച് ചെയ്തിരുന്ന കുറെ ഡോക്ടേഴ്സ് ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തു. അത്തരത്തിൽ കുറെ ഇഷ്യൂസ് നമുക്കിന്നുണ്ടായി. പക്ഷെ അതിന് ഒപ്പം തന്നെ നമ്മൾ ഹൈക്കോടതിയിലെ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതി അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ച് ഉത്തരവാദിത്തപ്പെട്ട പോലീസിനും മറ്റധികാരികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ തരണം എന്നുള്ളൊരു ഓർഡർ നിലവിലുണ്ട്. 5 മണിയോടുകൂടി അവിടെ പിരിഞ്ഞ് പോവാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അവർ വീണ്ടും ഒരുമിച്ച് കൂടി നമ്മുടെ ആശുപത്രി ബിൽഡിങ്ങിന്റെ അകത്ത് ഇരുന്ന് അവരുടെ സമരം തുടരുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾ സാലറി ഇൻക്രീസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം
നമ്മളത് കൊടുത്തത് അവർ അംഗീകരിച്ചുകൊണ്ടാണ് സമരം പിൻവലിച്ചത്. പക്ഷെ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് വീണ്ടും സംശയം ജനിപ്പിക്കുന്നതാണ്. ഇന്ന് വളരെ ഭീതിയോട് കൂടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫ് നഴ്സസ് ജോലി ചെയ്യുന്നത്. ഇവരെയും ടീ ബ്രേക്കിനൊക്കെ വരുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണം ഇപ്പോൾ ഉണ്ട്. പക്ഷെ സമരക്കാരെ മാറ്റുന്നതിൽ പോലീസ് കാര്യമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതിലൊരു ഇപ്പോഴും പോലീസ് നമുക്കൊരു സംരക്ഷണം തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഈ രോഗികൾക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടന്ന സമരം എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? രോഗികൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ അവർ ഇരിക്കുന്ന അടുത്താണ് ലേബർ റൂം, അതുപോലെ നിയോനാറ്റൽ ICU, പീഡിയാട്രിക് ICU ഒക്കെ നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ, അത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോകുമ്പോൾ ഒരു ലേബർ റൂമിൽ കൊണ്ടുപോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവര് വളരെ ഉച്ചത്തിൽ തന്നെ സംസാരിക്കുന്നു. അത് ഇനി രാത്രി എങ്ങനെയാവുമെന്ന് അറിയില്ല. പകല് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് അവര് സമരം തുടരുന്നത്. അതായത് ഇപ്പോഴും സമരം തുടരുന്നുണ്ട്, ഇപ്പോഴും വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ട്. രാത്രി മുഴുവൻ അവിടെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. വനിതാ പോലീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണത്തിലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ സമരത്തിൽ നിന്ന് കയറിയ ഒരുപാട് നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്, സമരത്തിന് പോവാത്ത നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കരിങ്കാലികളായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭയം ഉണ്ട്. മറ്റേതെങ്കിലും തരത്തില് ഇത് സമരം മാറുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ട്. ഓക്കെ. ഈ സമരത്തിന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറങ്ങിയിരിക്കുന്ന നേഴ്സസ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് അവർ നേരത്തെ എവിടെയാണോ വർക്ക് ചെയ്തത് അവിടേക്ക് മാത്രമേ തിരികെ കയറുകയുള്ളൂ എന്ന ഒരു പിടിവാശിയാണ് അവർ നടത്തുന്നത്, അല്ലേ? അത് DLOയുടെ വാക്കുകളിൽ പറഞ്ഞാൽ തന്നെ ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. നമ്മൾ പറയുന്ന ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ കണ്ണൂരിനും കാസർഗോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. ഞങ്ങൾ അതിനനുസരിച്ച് ട്രാൻസ്ഫർ കിട്ടിയാൽ പോകും. അതിൽ വേറെ ചോദ്യം പരാതികളൊന്നുമില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് വാർഡ് 15 16 പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു ICU വേറെ ICUലേക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അവർക്ക് സാധിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അലൊക്കേഷൻ നടത്തിയത്. പക്ഷെ ഇതൊരു ദുർവാശി എന്നൊക്കെ പറയുന്ന രീതിയിൽ തൊഴിൽ സമരങ്ങളിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ആവശ്യമാണ് ഇപ്പൊ അവര് ഉന്നയിക്കുന്നത്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. അവരെ വളരെ സാമ്പത്തിക ബാധ്യത വരുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് അവരെ നമ്മൾ തിരിച്ചെടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അതുപോലും ഇനി എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകും. ഓക്കെ. ഒരു കാര്യം കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓൾറെഡി ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന വാർഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സമരത്തിന് മുമ്പ്, ഇപ്പോൾ സമരം നടന്നിരുന്ന നാളുകളിൽ അവിടെ ഓൾറെഡി പുതിയ ആളുകളെ അല്ലെങ്കിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് അവിടേക്ക് നടത്തിയിട്ടുണ്ട്, അല്ലേ? അതായത് പുതിയ സംവിധാനം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ കുറെ വാർഡുകള് രോഗികളുടെ കുറവ് വരുന്നതിനനുസരിച്ച് നമ്മൾ വാർഡുകൾ അടച്ചിടുകയും ചെയ്യും. ഈ വാർഡുകളിൽ ഇവര് വരുമ്പോൾ നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടേക്കാണ് ആളുകളെ ആവശ്യമുള്ളത്. അവർ പഴയ നിന്നിരുന്ന പല സ്ഥലങ്ങളിലും ഓൾറെഡി വർക്കിംഗ് ആണ്. അതായത് പുതിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ വാർഡിലേക്ക് ഇവരെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇവരുടെ ജോലിയുടെ സ്വഭാവത്തിലൊന്നും മാറ്റം വരുന്നില്ല, അല്ലേ? നഴ്സിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് ജോലിക്ക് മാറ്റുന്നത്, അല്ലാതെ മറ്റേതെങ്കിലും ജോലികളല്ല അവർക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ. യെസ്, വളരെ വ്യക്തമാണ്. ശ്രീ സിജോ സൂചിപ്പിച്ചതുപോലെ ഈ രാത്രിയിലും അവിടെ ശക്തമായിട്ടുള്ള സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രോഗികൾക്കും അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്റ്റാഫിനും ഒക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അത് ഉളവാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ട്, മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. പോലീസ് സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ എത്രയും വേഗം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ശ്രീ സിജോ ഈ ഒരു ഘട്ടത്തിൽ
ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചത്. താങ്ക് യു. ഇപ്പോൾ നമ്മോടൊപ്പം അമല മെഡിക്കൽ കോളേജ് CEO ശ്രീ സൈജു എടക്കളത്തൂർ ചേരുകയാണ്. ശ്രീ സൈജു, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ഈ അമല മെഡിക്കൽ കോളേജിൽ UNAയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു, പിന്നീട് സമരം അവസാനിപ്പിക്കുന്നു. ഏപ്രിൽ 1 മുതൽ അമല മെഡിക്കൽ കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാലറി സ്വീകരിക്കാൻ ഈ സമരം നടത്തിയവർ തയ്യാറാകുന്നു. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചില സംഭവവികാസങ്ങൾ അമല മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ആഴ്ച DLOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നമ്മൾ ഏപ്രിൽ മുതൽ കൊടുത്ത ഇൻക്രീസ് അത് സംബന്ധിച്ച് അത് മതിയായതാണെന്ന് ബോധ്യപ്പെടുത്തി ാണ് സമരം പിൻവലിച്ചത്. ആ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ 250-ലധികം സ്റ്റാഫുകളെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ കുറച്ച് വാർഡുകൾ അടച്ചു കിടക്കുകയാണ്. അപ്പൊ അത് തുറക്കുന്നതിനും നമ്മളുടെ അറേഞ്ച്മെന്റിനും അനുസരിച്ച് 1 മാസത്തിനുള്ളിൽ അവരെ എല്ലാവരെയും തിരിച്ചു വിളിക്കാമെന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ 50ഓളം പേരെ വെച്ച് നമ്മൾ വിളിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിളിച്ച 50 പേരിൽ 3 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ 259 പേരെ നമ്മൾ വിളിച്ചിരുന്നു. ഇവർ വന്ന് വളരെ കുറച്ച് പേര് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ തന്നെ 26 പേരാണ് ഈ 5 ദിവസങ്ങൾ ആയിട്ട് ജോലിക്ക് കയറിയുള്ളൂ. പലരും അതിൽ പറഞ്ഞ ഒരു പ്രശ്നം, അവരെ മുൻപ് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെ ജോലി തന്നാലാണ് ഞങ്ങൾ വരികയുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ അവരെ പറഞ്ഞു വിട്ടു, കാരണം നമ്മൾ നോക്കട്ടെ, കൂടുതൽ നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രായോഗികമായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. കാരണം നമുക്ക് ഓൾറെഡി സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഇവരെടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അധിക ബാധ്യത ആശുപത്രിക്ക് വരും. എന്നിരുന്നാലും സമരം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും തിരിച്ചെടുക്കാം എന്ന് ഒരു ഉറപ്പ് അവർക്ക് നൽകിയിരുന്നത്. പക്ഷെ അവര് ജോലിക്ക് കയറാൻ വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി ഏകദേശം 500ഓളം വരുന്ന നഴ്സസ് എല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, നിങ്ങളുടെ ചാവറ ബ്ലോക്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിൽ എല്ലാവരും കൂടി നിന്നും. അതിന്റെ DLO ഉടൻ തന്നെ സ്ഥലത്ത് വന്നിരുന്നു. DLO വീണ്ടും അവരുമായിട്ട് കുറെ സംസാരിച്ചു. കാരണം മറ്റ് ട്രാൻസ്ഫറോ ലൊക്കേഷൻ മാറ്റമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതില് ഒരു തരത്തിലും മാനേജ്മെന്റ് നിർബന്ധിക്കാനാവില്ല എന്ന് തന്നെ DLO അവരെ അറിയിച്ചു. പല രീതിയിലും DLO നമ്മളുമായിട്ടും സംസാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും ഉറപ്പുകളോ രീതികളോ ഒന്നും നമുക്ക് പറയാൻ ഇല്ല. അവരെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുക, അവരെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന വലിയൊരു സ്റ്റെപ്പാണ്. അത് സമരം നല്ല രീതിയിൽ അവസാനിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ സംബന്ധിച്ചത്. പക്ഷെ ഇന്ന് അത്തരത്തില് ഇവര് തടിച്ചു കൂടുകയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ പോലും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിനും സ്റ്റാഫിനെ പല മൂവ്മെന്റുകളും തടസ്സപ്പെടാവുന്ന രീതിയിൽ വന്നു. നമ്മളിന്ന് അറേഞ്ച് ചെയ്തിരുന്ന കുറെ ഡോക്ടേഴ്സ് ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തു. അത്തരത്തിൽ കുറെ ഇഷ്യൂസ് നമുക്കിന്നുണ്ടായി. പക്ഷെ അതിന് ഒപ്പം തന്നെ നമ്മൾ ഹൈക്കോടതിയിലെ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതി അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ച് ഉത്തരവാദിത്തപ്പെട്ട പോലീസിനും മറ്റധികാരികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ തരണം എന്നുള്ളൊരു ഓർഡർ നിലവിലുണ്ട്. 5 മണിയോടുകൂടെ അവിടെ പിരിഞ്ഞ് പോവാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അവർ വീണ്ടും ഒരുമിച്ച് കൂടി നമ്മുടെ ആശുപത്രി ബിൽഡിങ്ങിന്റെ അകത്ത് ഇരുന്ന് അവരുടെ സമരം തുടരുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്.
ഇതിൽ നിന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾ സാലറി ഇൻക്രീസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവരുടെ ആവശ്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് വീണ്ടും സംശയം ജനിപ്പിക്കുന്നതാണ്. ഇന്ന് വളരെ ഭീതിയോട് കൂടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫ് നഴ്സസ് ജോലി ചെയ്യുന്നത്. ഇവരെയും ടീ ബ്രേക്കിനൊക്കെ വരുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണം ഇപ്പോൾ ഉണ്ട്. പക്ഷെ സമരക്കാരെ മാറ്റുന്നതിൽ പോലീസ് കാര്യമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതിലൊരു ഇപ്പോഴും പോലീസ് നമുക്കൊരു സംരക്ഷണം തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഈ രോഗികൾക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടന്ന സമരം എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? രോഗികൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ അവർ ഇരിക്കുന്ന അടുത്താണ് ലേബർ റൂം, അതുപോലെ നിയോനാറ്റൽ ICU, പീഡിയാട്രിക് ICU ഒക്കെ നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ, അത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോകുമ്പോൾ ഒരു ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവര് വളരെ ഉച്ചത്തിൽ തന്നെ സംസാരിക്കുന്നു. അത് ഇനി രാത്രി എങ്ങനെയാവുന്ന അറിയില്ല. പകല് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് അവര് സമരം തുടരുന്നത്. അതായത് ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. ഇപ്പോഴും വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ട്. രാത്രി മുഴുവൻ അവിടെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. വനിതാ പോലീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണത്തിലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ സമരത്തിൽ നിന്ന് കയറിയ ഒരുപാട് നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. സമരത്തിന് പോവാത്ത നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കരിങ്കാലികളായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭയം ഉണ്ട്. മറ്റേതെങ്കിലും തരത്തില് ഇത് സമരം മാറുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ട്. ഓക്കെ. ഈ സമരത്തിന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറങ്ങിയിരിക്കുന്ന നേഴ്സസ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് അവർ നേരത്തെ എവിടെയാണോ വർക്ക് ചെയ്തത് അവിടേക്ക് മാത്രമേ തിരികെ കയറുകയുള്ളൂ എന്ന ഒരു പിടിവാശിയാണ് അവർ നടത്തുന്നത്, അല്ലേ? അത് DLOയുടെ വാക്കുകളിൽ പറഞ്ഞാൽ തന്നെ ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. നമ്മൾ പറയുന്ന ഞങ്ങള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ കണ്ണൂർക്കും കാസർഗോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. ഞങ്ങൾ അതിനനുസരിച്ച് ട്രാൻസ്ഫർ കിട്ടിയാൽ പോകും. അതിൽ വേറെ ചോദ്യം പരാതികളൊന്നുമില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് വാർഡ് 15 16 പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു ICU വേറെ ICUലേക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അവർക്ക് സാധിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അലൊക്കേഷൻ നടത്തിയത്. പക്ഷെ ഇതൊരു ദുർവാശി എന്നൊക്കെ പറയുന്ന രീതിയിൽ തൊഴിൽ സമരങ്ങളിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ആവശ്യമാണ് ഇപ്പൊ അവര് ഉന്നയിക്കുന്നത്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. അവരെ വളരെ സാമ്പത്തിക ബാധ്യത വരുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് അവരെ നമ്മൾ തിരിച്ചെടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അതുപോലും ഇനി എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകും. ഓക്കെ. ഒരു കാര്യം കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓൾറെഡി ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന വാർഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സമരത്തിന് മുമ്പ്, ഇപ്പോൾ സമരം നടന്നിരുന്ന നാളുകളിൽ അവിടെ ഓൾറെഡി പുതിയ ആളുകളെ അല്ലെങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് അവിടേക്ക് നടത്തിയിട്ടുണ്ട്, അല്ലേ? അതായത് പുതിയ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറെ വാർഡുകൾ രോഗികളുടെ കുറവ് വരുന്നതിനനുസരിച്ച് നമ്മൾ വാർഡുകൾ അടച്ചിടുകയും ചെയ്യും. ഓക്കെ ഓക്കെ. ഈ വാർഡുകളിൽ ഇവര് വരുമ്പോൾ നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടേക്കാണ് ആളുകളെ ആവശ്യമുള്ളത്. അവർ പഴയ നിന്നിരുന്ന പല സ്ഥലങ്ങളിലും ഓൾറെഡി വർക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ. അതായത് പുതിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ വാർഡിലേക്ക് ഇവരെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇവരുടെ ജോലിയുടെ സ്വഭാവത്തിലൊന്നും മാറ്റം വരുന്നില്ല, അല്ലേ? നഴ്സിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് ജോലിക്ക് മാറ്റുന്നത്, അല്ലാതെ മറ്റേതെങ്കിലും ജോലികളല്ല അവർക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. യെസ്, വളരെ വ്യക്തമാണ്. ഈ രാത്രിയിലും അവിടെ ശക്തമായിട്ടുള്ള സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രോഗികൾക്കും അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്റ്റാഫിനും ഒക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അത് ഉളവാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ട്, മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. പോലീസ് സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ എത്രയും വേഗം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചത്. താങ്ക് യു.